Good afternoon, all of you. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ വെച്ച് ഒരുപാട് വേർഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ ആ ഇ ഈ ഉ ഊ ഇറ് വരെയുള്ള അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ വെച്ച് വാക്കുകൾ പഠിച്ചു അല്ലേ? എന്തൊക്കെ പഠിച്ചു? അരണ, ആണി, ഇല, ഈച്ച, ഉരൽ, ഊൺ, ഋഷഭം, മാവ്, വടി, അതിൽ പെടുന്നില്ല അല്ലെ? തീരം, മുയൽ, പൂരം, കൃഷി അല്ലേ? അപ്പൊ ഋഷഭം വരെയാണ് നമ്മളത് പഠിച്ചത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇന്ന് എന്താണ് പഠിക്കാനുള്ളത്? വായിക്കാം എഴുതാം എന്നതില് 43 പേജ് നമ്പർ 43 എ അല്ലെ? എ. ഇനി ഏതാണ്? എ എന്ന അക്ഷരം മുതലല്ലേ? അപ്പോ എരുമ. ഫസ്റ്റ് വൺ എന്താണ് വായിക്കുക? എരുമ. കണ്ടോ എല്ലാവരും? എരുമ. അടുത്തത് എന്താണ് വായിക്കുക ക്രിസ്റ്റോ? എരുമയുടെ നേരെ ഇപ്പുറം റൈറ്റ് സൈഡിലുള്ളത് ഏത്തപ്പഴം. ഓക്കെ, വെരി ഗുഡ്. ഏത്തപ്പഴം. നോക്കി വായിക്കണേ അക്ഷരങ്ങള്. ഏത്തപ്പഴം അല്ലേ? ഏത്തപ്പഴം. അടുത്ത് എന്താണ് വായിക്കുക ഭവിക? ഐരാവതം. വെരി ഗുഡ്. നെക്സ്റ്റ് എന്താണ് വായിക്കുക അവേദ്യ? അടുത്ത് എന്താ ഇതിന് നേരെയുള്ളത് വായിക്കുക? അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കടാ. അൺമ്യൂട്ട്. എന്താ വായിക്കുക? ഓ രു മ. എന്താ കൂട്ടി വായിക്കുക? ഒരുമ. ഓക്കെ, കറക്റ്റ്. ഒരുമ അല്ലേ? അടുത്തത് അർജുൻ. ഒന്ന് വായിച്ചേ അർജുൻ. അടുത്ത എന്താണ് വായിച്ചേ? ഓണം. ഓക്കെ, വെരി ഗുഡ്. ഓണം അല്ലേ? നെക്സ്റ്റ് ക്രിസ്റ്റി ജോസഫ് ഒന്ന് വായിച്ചേ മോനെ. ഓണം കഴിഞ്ഞ് അതല്ല നേരെയുള്ളത് ഔഷധം. ഓക്കെ, കറക്റ്റ്. ഔഷധം. നെക്സ്റ്റ് പാർവണി ഒന്ന് വായിച്ചേ. അടുത്തത് അമ്പരം അല്ലേ? അത്രയും വേർഡ്സുകൾ ഉണ്ട്. അപ്പൊ എ ഐ ഓ ഔ അം അല്ലേ? അതുവരെയുള്ളത്. അപ്പോ എന്താണ് ആദ്യത്തത്? എരുമ, ഏത്തപ്പഴം, ഐരാവതം, ഒരുമ, ഓണം, ഔഷധം, അമ്പരം അല്ലേ? എല്ലാവരും പെൻസിൽ എടുത്ത് ആ ഡോട്ട് കംപ്ലീറ്റ് ചെയ്തേ. ടെക്സ്റ്റിലുള്ള ഡോട്ട് കംപ്ലീറ്റ് ചെയ്തേ. എരുമ. നോക്കി അതിന്റെ മുകളിൽ എഴുതിയേ. എരുമ. ഏത്തപ്പഴം പറഞ്ഞുകൊണ്ടിരിക്കണം. ഫസ്റ്റ് വൺ എരുമ, നെക്സ്റ്റ് ഏത്തപ്പഴം, ഐരാവതം, ഒരുമ, ഓണം, ഔഷധം, അമ്പരം. സർഗ എഴുതിയ മോളെ. ആ ഡോട്ടിന്റെ മേലെ എഴുതി എരുമ ഉണ്ടോ? താഴെ ഡോട്ട് ഇട്ട് വെച്ചിട്ട് അതിന്റെ മുകളിൽ എഴുതി എല്ലാം ഫിനിഷ് ചെയ്ത് അത് നിങ്ങൾക്ക് എഴുതാനുള്ള ഇത് വേഗം മനസ്സിലാവും. ഓക്കെ. എരുമ, ഏത്തപ്പഴം. എന്താ വായിക്കുക? എരുമയാണ് അതില്. നെക്സ്റ്റ് ഏത്തപ്പഴം, ഐരാവതം, ഒരുമ, ഓണം, ഔഷധം, അമ്പരം. അത്രയും വേർഡ്സുകൾ എഴുതിയേ. അത് കഴിഞ്ഞിട്ട് ആ ഡോട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ നോട്ട്ബുക്കിൽ നമുക്ക് എഴുതണം അല്ലേ? അത്രയും വേർഡ്സുകൾ എഴുതണം. അപ്പൊ മിസ് അത് എഴുതാ. സ്ലേറ്റിൽ എഴുതി പഠിച്ചിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയാലും മതി നിങ്ങള്. ഫസ്റ്റ് വൺ എരുമ. എഴുതി എഴുതി ഊച്ചിനുട്ടു എരുനായി അല്ലേ? എനിക്ക് മാ എഴുതി. എരുമ. ഫസ്റ്റ് വൺ എരുമ. നെക്സ്റ്റ് ഏത്തപ്പഴം.
എന്നിട്ട് എന്ത് എഴുതണം? ഇത്ത. ആ ടെക്സ്റ്റിലത്തെ ഡോട്ട് കംപ്ലീറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഇത് എഴുതി എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഏത്ത പ, ഇപ്പ നമ്മൾ പഠിച്ചു തന്നല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? കൂട്ടക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു തന്നതാ. ഇപ്പ, ഏത്ത, പ, ഴം. എഴുതി ഒരു അനുസ്വാരം ഇട്ടു. ഓക്കെ, ഏത്തപ്പഴം. നെക്സ്റ്റ് വേണം എന്താണുള്ളത്? ഐരാവതം. ഫസ്റ്റ് ത. ഐരാവതം. കണ്ടോ? ഐരാവതം. നെക്സ്റ്റ് o, ഒരുമ. ഓ, ആ ഡോട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്താണ് സ്ലേറ്റിൽ എഴുതി പഠിച്ചോ? ഒരുമ. ഒരുമ. നെക്സ്റ്റ് ഓണം. ഓണ. ഓണം. അത് കഴിഞ്ഞിട്ട് ഔഷധം. നാലാമത്തെ ഥ. ഔഷധം. അത് കഴിഞ്ഞിട്ട് എന്താണ്? അമ്പരം. അമ്പരം. എഴുതിയെടുക്കുന്നില്ലേ? എല്ലാവരും എഴുതുന്നുണ്ടോ സ്ലേറ്റില്? അത് കഴിഞ്ഞ് നമുക്ക് ഇന്ന് ഹോംവർക്ക് ഉണ്ട്. ഇതേ 2 ലൈൻ ബുക്കിൽ എഴുതണം. അമ്പരം. നെക്സ്റ്റ് ഇപ്പറ എന്താ പറഞ്ഞത്? പെട്ടി, പേര്, പൈസ, കൊടി, കോഴി, കൗശലം. അപ്പൊ അടുത്ത എന്താണ്? പെട്ടി. എരുമ എന്നുള്ള ചിഹ്നം എങ്ങനെ യൂസ് ചെയ്യാനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്താ എന്നുള്ള ചിഹ്നം വരുന്നത്? പെട്ടി. പാക്ക് മുമ്പില് എന്ന ചിഹ്നം ഇട്ടു. കണ്ടോ? താഴെ പെട്ടി. അവിടെ ഉണ്ട് പെട്ടി. ഉണ്ടോ? ചിഹ്നം ഇട്ടിട്ട് പെട്ടി ഉണ്ട് താഴെ. അത് ചിഹ്നം വരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ്. അടുത്ത എന്ന ചിഹ്നം എങ്ങനെയാണെന്ന് കാണിക്കാനാണ്. പേര്. അർജുൻ രാജേഷ് ഇവിടെ ശ്രദ്ധിച്ചേ. പേര്. പാക്ക് മുമ്പിൽ എന്ന ചിഹ്നം യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. നെക്സ്റ്റ് ഐരാവതം. അപ്പൊ ആണ്. പൈസ. പാക്ക് മുമ്പിൽ 2 ഐ ചിഹ്നം കണ്ടോ? അത് കഴിഞ്ഞ് കൊടി. ഒരുമ എന്നുള്ളതിന് ഓന്നെങ്ങനെയാ ചിഹ്നം വരുന്നത്? കാക്ക് മുമ്പില് ചിഹ്നം ഇട്ടു, ഇപ്ര ആ ചിഹ്നം ഇട്ടുക്കോ. കൊടി. അടുത്തത് ഓണം. അതുപോലെ കോഴി. എന്ന ചിഹ്നം എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന്. അത് കഴിഞ്ഞ് ഔഷധം എന്നുള്ളത് കൗശലം. ഇവിടെ കാക്ക് ശേഷം ചിഹ്നം ഇട്ടു. അതാണ് താഴെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പെട്ടി, പേര്, പൈസ, കൊടി, കോഴി, കൗശലം. കഴിഞ്ഞ ക്ലാസ്സിലും നമുക്ക് തന്നിട്ടുണ്ട്. ഏത്?
ആണി. അതുപോലെ ആ എന്ന ചിഹ്നം എങ്ങനെയാ യൂസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി മാവ്, വടി, ഈ ചിഹ്നം അല്ലെ. തീരം, ഈ ചിഹ്നം. മുയൽ, ഊ ചിഹ്നം. അടുത്ത പൂരം, ഊൺ. അതുപോലെ പൂ ഉണ്ടോ? വേറെ അക്ഷരങ്ങളോട് യോജിക്കുമ്പോ എങ്ങനെയാന്ന് കണ്ടോ? പൂരം. കൃഷി, ഋഷഭം എന്നുള്ള ഋഷഭം എന്നുള്ളതുപോലെ കൃഷി. അതുപോലെ തന്നെ നമുക്ക് പെട്ടി, പേര്, പൈസ, കൊടി, കോഴി, കൗശലം. ഓക്കെ, ഇത്രയും അക്ഷരങ്ങൾ, ഇത്രയും വേർഡ്സുകൾ എഴുതിയോ മക്കളെ? അപ്പൊ നമ്മ എന്തൊക്കെയാ എഴുതിയിരുന്നേ? എരുമ, ഐരാവതം, ഓണം, അമ്പരം, ഏത്തപ്പഴം, ഒരുമ, ഔഷധം. അമ്പരം. അടുത്തത് അയക്കാൻ കിട്ടുന്നില്ല മക്കളെ? ചിഹ്നം കേട്ടോ. ചിഹ്നം അതെങ്ങനെയാണ് മറ്റേ എ ചിഹ്നവും ഐ ചിഹ്നം, ഓ ചിഹ്നം ഇതൊക്കെ എങ്ങനെയാ വരുന്നതെന്ന് കാണിക്കാനാ താഴെ എനിക്ക് പെട്ടി, പേര്, പൈസ, കൊടി, കോഴി, കൗശലം ഇത്രയും വേർഡ്സുകൾ തന്നിട്ടുള്ളത് കണ്ടോ? എ ചിഹ്നാണ് പെട്ടി എന്നുള്ളതിന്. എരുമ എന്ന് എഴുതുന്ന പോലെ കണ്ടോ? പാക്കുമ്പിൽ എ ചിഹ്നം എങ്ങനെയാ? പേ, എ ചിഹ്നം ഇട്ടു, പെട്ടി. ഏത്തപ്പഴം എന്നുള്ള പോലെ പേര്, പാക്കുമ്പിൽ എ എന്ന ചിഹ്നാണ് ഇത് യൂസ് ചെയ്തത്. അടുത്ത നെക്സ്റ്റ് പൈസ, ഐ എന്ന ചിഹ്നം യൂസ് ചെയ്തു. കൊടി, ഓ ചിഹ്നം യൂസ് ചെയ്തു. കോഴി, ഓ എന്ന ചിഹ്നം യൂസ് ചെയ്തു. കൗശലത്തില് ഔ എന്ന ചിഹ്നം അല്ലെ? ഔഷധം എന്ന് എഴുതും പോലെ കൗശലം. എന്നുള്ള ചിഹ്നം ഇവിടെ കാണിച്ചിട്ട് കാണുന്നില്ല. പിന്നെന്താ? ഒരുമ തന്നെ പെരുമ. വായിച്ചു നോക്കണേ. ഒരുമ തന്നെ പെരുമ. അത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. എങ്ങനെയാണ് ആ സ്വരചിഹ്നങ്ങൾ എങ്ങനെയാ നിങ്ങൾക്ക് ചേർക്കുവാന്ന് കൂടിയാണ് അവിടെ താഴെ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചാണ്, എന്നാലും ഓർമ്മിക്കണം കേട്ടോ. എഴുതി കഴിഞ്ഞില്ലേ എല്ലാ മക്കൾക്കും? എരുമ, ഐരാവതം, ഓണം, അമ്പരം, എരുമ, ഏത്തപ്പഴം അങ്ങനെ വായിച്ചാൽ മതി കേട്ടോ. ഐരാവതം, ഒരുമ, ഓണം, ഔഷധം, അമ്പരം. എ, ഐ, ഓ, ഔ, അം. എഴുതി കഴിഞ്ഞോ അവേദ്യ? പാർവണ കഴിഞ്ഞോ മോളെ? ആരോമൽ എഴുതി കഴിഞ്ഞോ? അപ്പൊ ഇത് ഹോംവർക്ക് ആയിട്ട് എഴുതണേ 2 ലൈൻ ബുക്കില് കേട്ടോ. അനയ കാര്യമായിട്ട് എഴുതുന്നത്രല്ലോ. എഴുതി കഴിഞ്ഞില്ലേ മോളെ? എല്ലാരും എഴുതുന്നത്രേ. ആദിനാഥ്, ദേവപ്രിയ ഒക്കെ എഴുതുന്നത്രേ. ജിയോണ, തെരേസ, ഭാവയാമി. മനസ്സിലായോ എല്ലാവർക്കും? എങ്ങനെയാ വായിക്കുന്ന മനസ്സിലായോ? ഇഷാൻ മനസ്സിലായോ? ഇഷാനെ ഓക്കെ. ആ ചിഹ്നങ്ങൾ യൂസ് ചെയ്തത് കണ്ടോ? സർഗ ഓക്കെ. ഇവിടെ എഴുതിയിട്ടുണ്ടാരാ? ഏഞ്ചൽ മെരിയ, സമറ്റ്ന എഴുതിയോ? കാശിനാഥ്, ക്രിസ്റ്റോ ജോൺ എഴുതി അല്ലേ? അപ്പൊ ഇതുപോലെ അത് 2 ലൈൻ ബുക്കിലേക്ക് എഴുതണേ കേട്ടോ മോനെ. ഹോംവർക്ക് ആയിട്ട് എഴുതണേ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അടുത്ത ഗോഡ്വിൻ എഴുതിയിട്ടുണ്ടല്ലോ. എഴുതിയിട്ടുണ്ട് സ്ലൈറ്റിൽ. 2 ലൈൻ ബുക്കിലും എഴുതി പഠിക്കണേ. അതുപോലെ ചിഹ്നങ്ങൾ എങ്ങനെയാ യൂസ് ചെയ്യുന്നതും കൂടെ അവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? എ ചിഹ്നം, എ, ഐ, ഓ, ഔ അത്രയും ചിഹ്നങ്ങൾ യൂസ് ചെയ്യാനാണ് പെട്ടി, പേര്, പൈസ, കൊടി, കോഴി, കൗശലം ഇത്രയും വാക്കുകൾ അവിടെ തന്നിട്ടുള്ളത്. മനസ്സിലായോ അതെല്ലാവർക്കും?
അടുത്തുണ്ടോ? ഉണ്ടോ? ഏ ചിഹ്നാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാ കാണിക്കുന്നേ. പേ, പാക്ക് മുമ്പില് എ എന്ന ചിഹ്നം ഇട്ടു. പെട്ടി. ഇതാണ്. ഏതാ ഇതിൽ എ ചിഹ്നം? കണ്ടോ? ഇതെന്താ വായിക്കുക അന്ന ഗ്രേസേ? അന്ന ഗ്രേസേ, ഇപ്പൊ മിസ് ഇവിടെ എഴുതിയത് ബോർഡിൽ എഴുതിയ എന്താ വായിക്കുക? വായിച്ചേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്. ആ വായിച്ചോ. എന്താ വായിക്കോ മോളെ ആദ്യം എഴുതിയത്? പെട്ടി. ഓക്കെ, പെട്ടി. ഓക്കെ. നെക്സ്റ്റ് നസീം ഒന്ന് വായിച്ച. അടുത്ത എന്താ മിസ് എഴുതിയത്? നസീം മുഹമ്മദ്. നസീം അൺമ്യൂട്ട് ചെയ്തേ മോനെ. നസീം ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ നസീം. പറ്റുന്നില്ലേ? ഓക്കെ. എന്താ വായിക്കുക നസീം? രണ്ടാമത് മിസ് എന്താ വായിച്ച് എഴുതിയത്? എന്താ എഴുതിയത്? എന്താ എഴുതിയത്? നസീമിന് ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു. പേര്. ഏ ചിഹ്നോട്ടു അല്ലെ പാക്ക് മുമ്പില്. ഓക്കെ, പേര്. അടുത്ത എന്താ വായിക്കുക സർഗ? പൈസ. ഓക്കെ, ഐ എന്ന ചിഹ്നം ഉണ്ട് അല്ലെ പാക്ക് മുമ്പില്. ഓക്കെ, പൈസ. നെക്സ്റ്റ് അനയ. അനയ റോസ്. എന്താ വായിക്കോ ഇപ്പൊ മിസ് എഴുതിയത്? കൊടി. ഓക്കെ, കൊടി അല്ലേ? കൊടി. അടുത്തത് ഞാൻ ഇടുന്ന പൊടി. അടുത്ത വായിക്കേ. മിസ് എഴുതുന്ന നോക്കി വായിക്കണേ. ഇതേ ചിഹ്നം ഏയുടെ ചിഹ്നം. അപ്പൊ ഇപ്പൊ തീർപ്പും കൂടെ വന്നപ്പോ ഇതെന്ത് വായിക്കും? ഇതെന്ത് വായിക്കും? കോഴി. കോഴി. ഓക്കെ, കോഴി. കോഴി എന്നാണ് വായിക്കുക കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഇരുമ്പ. ഇനുമ്പ. ഇനുമ്പ. കൊടി. കോഴി. കിട്ടാത്ത ഇത് രണ്ടുവാ ചിഹ്നം. ബാക്കിയെല്ലാം കിട്ടുന്നുണ്ട്. പോന്ന് വേണമെങ്കിൽ ഓച്ചിഹ്നം ഇടണം. ഓച്ചിഹ്നം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഏ ചിഹ്നം, ഒരു ദീർഘം, അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് വേണ്ട വാക്ക്. ഓക്കെ, ഇതെന്താണ് വായിക്കുക? അടുത്തത് ഇത് കൗശം എന്നാണോ? ലാ ഇല്ലേ മോനെ? ഉണ്ടോ? ലാ അമ്മല്ലേ? അപ്പൊ ലം. കൗശലം. കൗശലം. അങ്ങനെയാ വായിക്കുക. കൗശലം. കണ്ടോ? കൗശലം. ലാ ഉണ്ട്. ലാ കണ്ടില്ലേ? ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. കിട്ടൂടെ വായിക്കാൻ.
അപ്പൊ കൗശലം, ആദ്യത്തെ പെട്ടി, നെക്സ്റ്റ് പേര്, പൈസ, പൊടി, കോഴി, കൗശലം. അത്രയും വേർഡ്സുകളാണ് ഇപ്പൊ മിസ് എഴുതിയത്. ഇവിടെ വായിക്കാൻ പറ്റുന്നില്ല? പറ്റുന്നുണ്ടല്ലേ? എന്നാലും ഏകദേശം ശ്രമിക്കുന്നുണ്ട് എല്ലാവരും. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ താഴെ എന്താ ഉള്ളത് നോക്കിയേ. ആ കിളികൾ എന്നാ പിടിച്ചിട്ടില്ല നോക്കി, ഒന്ന് വായിച്ചു നോക്കിയേ എന്താണെന്ന് എല്ലാവരും. എന്താ വായിക്കുക ഗോഡ്വിനത്? ഒരുമ. ആ, ഒരുമ തന്നെ. പെരുമ. പെരുമ കേട്ടോ, ഒന്ന് നോക്കി വായിക്കണേ. ഒരുമ തന്നെ പെരുമ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ബാക്കിയുള്ള അക്ഷരങ്ങൾ വെച്ച് ഓരോ വേർഡ്സുകൾ പഠിച്ചു, വാക്കുകൾ പഠിച്ചു. പിന്നെന്താ, അത് വെച്ച് എങ്ങനെ ചിഹ്നം യൂസ് ചെയ്ത് എഴുതുവാന്നും പഠിച്ചു അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവരും അത് വെച്ചിട്ടുള്ള ഹോംവർക്ക് ചെയ്യണം. നമ്മളെ 2 ബുക്കിൽ ഇതൊക്കെ എഴുതി വെക്കണം. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എഴുതിയിട്ട് കുറേ പ്രാവശ്യം എഴുതണം കേട്ടോ, ഹോംവർക്കായിട്ട്. അടുത്ത പേജ് എന്താ നോക്കിയേ മക്കളെ? 44, പേജ് നമ്പർ 44. ഒന്ന് വായിച്ചതിന്റെ ഹെഡിങ് ആരാ വായിക്കുന്നത് നോക്കട്ടെ. ആ, ലക്ഷ്മി പ്രിയ എന്നത് വായിച്ചേ. എന്താ വായിക്കുക? പേജ് നമ്പർ 44. അതിലെന്താണ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്? മോള് വായിക്ക്, ടെക്സ്റ്റിലേക്ക് നോക്ക്. ജീവികളും. ആ, നോക്കിയോ, കൂട്ടി വായിച്ചേ. ഗാ എഴുതിട്ട് ഇങ്ങനെ ഉള്ളിലിടുന്നത്, ഉള്ളു കൂട്ടിയിട്ടിടുന്നത് ഇതേതാക്ഷരം? ഇതോ? ചന്ദ്രക്കരട്ടോ. അപ്പൊ ബ ആയി. ആ, പിന്നെയോ? ഇതേതാക്ഷരം? ശബ്ദാനായി അല്ലേ? ശബ്ദാനായി. ഇനിയോ? നമ്മ മിനിയാന്ന് പഠിച്ച കൂട്ടക്ഷരാണല്ലോ അടുത്തത്. ഏതക്ഷരാ ഒന്ന് പറഞ്ഞേ? അതിന് മുമ്പേ ഇല്ലേ കൂട്ടക്ഷരം? ഇതേതാന്ന്? ഓക്കെ. ശബ്ദങ്ങ ഊച്ചിന്നൊട്ടു അനുസ്വരുട്ടു. എന്ത് വായിക്കും? അല്ലേ? ശബ്ദങ്ങളും. ഇപ്പൊ ജീവികളും. ജീവികളും ശബ്ദങ്ങളും അല്ലേ? എങ്ങനെയാ വായിക്കോ സമയത്ത്? ഒന്ന് വായിച്ചേ. സമജ്ന ഒന്ന് വായിച്ചേ. എന്താ അത് വായിക്കുക? ലക്ഷ്മി ഇപ്പൊ വായിച്ച പോലെ ഒന്ന് വായിച്ചേ. അൺമ്യൂട്ട് ചെയ്യാനാവുന്നില്ലേ? എന്താ ചെയ്തോ. ഓക്കെ. ജീവികളും ശബ്ദങ്ങളും അല്ലെ? കുറച്ച് ജീവികൾ ഉണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അവയുടെ ശബ്ദങ്ങളുമാണ് നമുക്ക് പരിചയപ്പെടേണ്ടത് അല്ലെ? കണ്ട എല്ലാവരും? ഓരോ ജീവിയും ഏത് ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക എന്നാണ് താഴെയുള്ളത് അല്ലെ? ഏതൊക്കെ ജീവികളാ പിക്ചറിൽ ഉള്ളത്? അതാരാ പറയുന്നേ? കാശിനാഥ് ഒന്ന് പറഞ്ഞേ. കാശിനാഥ്, ഏതൊക്കെ ജീവികളാ അവിടെ ഉള്ളത്? കോഴി, കുറുക്കൻ, പശു, പട്ടി. ഓക്കെ. കോഴി, കുറുക്കൻ, പട്ടി, സിംഹം, പശു. ഇത്രയും ജീവികളാണ് അവിടെ ഉള്ളത് അല്ലേ? അപ്പൊ കോഴി എങ്ങനെ എന്ത് സൗണ്ടാ ഉണ്ടാക്കുക? ഞാൻ ആരോടാ ചോദിക്കണ്ടേ നോക്കട്ടെ. ശ്രീഷ്ണ, കോഴി എങ്ങനെയാ കരയോ? ശ്രീഷ്ണ,
കൊക്കരേക്കോ അല്ലെ? കോഴി എങ്ങനെയാ കരയുക? കൊക്കരേക്കോ എന്നാണ് അല്ലെ? കൊക്കരിക്കോ അല്ലെ കോഴി? ഓക്കെ. നെക്സ്റ്റ് അടുത്തത് കുറുക്കനാണ്. കുറുക്കൻ എങ്ങനെയാ ശബ്ദം പുറപ്പെടുവിക്കുന്നത്? ആരോമലേ? കുറുക്കൻ എന്താ ചെയ്യുക? കൂന്നാണ്. എന്താ അതിനെ പറയാ? കുറുക്കൻ കൂന്നാക്കല്. ഇവിടെ കൂന്ന് പറയുന്നുണ്ട്. വേറെ ആർക്കറിയാം? അതിന് കൃത്യമായ ഒരു പേരുണ്ടല്ലോ. എന്താ പറയൂ? ആർക്കെങ്കിലും അറിയോ? കൈപൊക്കുന്നുണ്ടോ? എങ്ങനെയാ ഏഞ്ചലേ? എന്താ പറയൂ? അറിയോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയടാ. എങ്ങനെയാ ഏഞ്ചലേ? അറിയില്ല. ഇഷാനോ? ഇഷാനെ അറിയോ? അതിനെന്താണ് ഒരു പേരുണ്ടല്ലോ. കുറുക്കൻ എന്താ ചെയ്യുക? ഓരിയിടും അല്ലേ? കൂക്കൂന്നിന്റെ ശബ്ദം ഉണ്ടാക്കുന്നതിന് എന്താ പറയാ? ഓരിയിടുക അല്ലേ? കുറുക്കൻ കൂക്കും അല്ലേ? എന്നാ ഓരിയിടും. നെക്സ്റ്റ് അടുത്ത എന്താ? അടുത്ത ആരാ? സിംഹം. സിംഹം എന്നാ ചെയ്യുക? നാക്കുവാ. അതിനെന്താ പേരറിയോ? എന്താണ് സർഗ? അലറും. അലർന്നിരുന്ന സിംഹം ഗർജിക്കും അല്ലേ? ഗർജിക്കും സിംഹം. നെക്സ്റ്റ് എന്താ ചെയ്യുക? ആര്? പട്ടി. എന്താ ചെയ്യുക? പട്ടി എന്താ ചെയ്യുക? ഭാവയമി പട്ടി കുരയ്ക്കും. പട്ടി കുരയ്ക്കും. അടുത്തത് പശു. പശു എന്താ ചെയ്യുക? എന്താ ഗോഡ്വിൻ കൈവെക്കുന്നുണ്ട്. എന്താ ചെയ്യുക പശു? എന്താ ചെയ്യുക ഭാവയാമി? പശു പറഞ്ഞോ. പശു എന്താ അമ്പേന്ന് പശു കരയൂ അല്ലേ? അമ്പേന്ന് കരയും. ആർക്കെങ്കിലും അറിയോ എന്താണ് ഗോഡ്വിൻ പറയാൻ വിചാരിക്കുന്നത്? എന്നാലേ അലറുവാ? അമറും. ഓക്കെ. പശു അമറും. കരയൂ അല്ലേ? ഓക്കെ. അപ്പൊ കുറച്ച് ജീവികളുണ്ട്. അതിന്റെ സൗണ്ടുകളാണ്. അവരെങ്ങനെയാ ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ് ചോദിച്ചില്ലേ? കോഴി കൊക്കരിക്കുന്നു. പിന്നെന്താ? കുറുക്കൻ ഓരിയിടും. പട്ടി കുരയ്ക്കും. സിംഹം അലറും അല്ലെങ്കിൽ ഗർജിക്കും. പിന്നെയോ പശു അമറും കരയും അല്ലേ? ഓക്കെ. അത്രയാണ് അതിൽ കാണിക്കുന്ന ജീവികളെ. പിന്നെ ഏതൊക്കെ ജീവികളെ? പൂച്ച എങ്ങനെയാ അറിയുവാ? പൂച്ച എങ്ങനെയാ അറിയുവാ? ഓക്കെ. പൂച്ച ഇല്ല അതില്. മിസ് വെറുതെ ചോദിച്ചാണ്. നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ജീവികളുടെ സൗണ്ട് പറഞ്ഞോ അറിയുന്നവര്? അറിയോ ആർക്കെങ്കിലും? എന്നാ പറഞ്ഞോ. എന്താ ഭാവയമി? അണ്ണാന്റെ എന്താണ്? ചിച്ചിൽ ചിൽന്നല്ലേ? ചിൽച്ചിൽ. ഓക്കെ. നെക്സ്റ്റ് ഏതറിയാ? ഒരു പാട്ടുണ്ടല്ലോ അങ്ങനെ. കുയിലിന്റെ ശബ്ദം അറിയില്ല. ഇത് മൃഗങ്ങളാണ്. അത് മൃഗങ്ങൾ തന്നെയാ. ഏത് വേണമെങ്കിലും പറയാം അല്ലെ? പക്ഷിയാണ് മൃഗങ്ങളാണോ എന്തെങ്കിലും ആവട്ടെ അല്ലേ? ഇപ്പൊ കുറെ ജീവികളുടെ സൗണ്ടുകളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. എന്തേ ആരോമലിന് എന്തോ പറയാനുണ്ട്. പറഞ്ഞോ. ഒന്നാക്കിയിടാ. നമുക്ക് നോക്കാലാ എങ്ങനെയുണ്ടെന്ന്. കടുകാരി കേട്ടോ ആരോമല്. സൂപ്പർ ഉണ്ട് കേട്ടോ. ഓക്കെ.
ഓക്കെ, അപ്പൊ ജീവികളും ശബ്ദങ്ങളുമാണ് അല്ലെ. പിന്നെ ഇതൊക്കെ ആന എന്നാ ജീവ? ആന ഏ ആന ചിഹ്നം വിളിക്കും. പിന്നെയോ കഴുത കരയും അല്ലെ. മൂങ്ങയോ? മൂങ്ങ മൂളും. മൂങ്ങ മൂളും അല്ലെ. മൂങ്ങ മൂളും. പിന്നെയോ സിംഹം ഗർജിക്കും. അടുത്തയോ കഴുത കരയും. പിന്നെ ആന ചിഹ്നം വിളിക്കും. കുറുക്കൻ ഓരിയിടും അല്ലെ. ഒരുപാട് മൃഗങ്ങളുടെ ഉണ്ട് കേട്ടോ. അതാണ് ജീവികളും സൗണ്ടുകളും എന്നുള്ള ഈ ഒരു പേജിലുള്ളത്. ജീവികളുടെ സൗണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് വായിക്കാം എഴുതാന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. എരുമ, ഏത്തപ്പഴം, ഐരാവതം, ഒരുമ, ഓണം, ഔഷധം, അമ്പരം. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും കൂടെ പഠിച്ചിട്ടുണ്ട്. പെട്ടി, പേര്, പൈസ, കൊടി, കോഴി, കൗശലം, ഒരുമ തന്നെ പെരുമ. അടുത്ത പേജിൽ നമ്മൾ എന്താ പഠിച്ചത്? ജീവികളും അവയുടെ ശബ്ദങ്ങളും പഠിച്ചു അല്ലെ. കുറെ അതേ കോഴി, കുറുക്കൻ, സിംഹം, പട്ടി, പശു അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ചു. അതിന്റെ കൂടെ നമ്മൾ ഒരുപാട് ജീവികളുടെ സൗണ്ടുകളും പറഞ്ഞു അല്ലെ. എന്താണ്? ആന ചിഹ്നം വിളിക്കും, കുറുക്കൻ ഓരിയിടും, കഴുത കരയും, പിന്നെ സിംഹം എന്തിയും ഗർജിക്കും അല്ലെ. പട്ടി കുരയ്ക്കും, കോഴി കൊക്കരിക്കും. പിന്നെന്താ? അങ്ങനെ ഒരുപാട് ജീവികളുടെ പറഞ്ഞു. അടുത്ത് നമുക്ക് മധുരം രുചിക്കാം എന്നാണ്. അടുത്ത പേജ് എന്താണ്? അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറയാം കേട്ടോ. അത് മധുരം രുചിക്കാം. എന്താ വായിക്കുക? അത് കൂട്ടി വായിച്ചു നോക്കണേ മക്കളെ. നിങ്ങള് ചിഹ്നങ്ങളും കൂട്ടക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും ഒക്കെ പഠിച്ചില്ലേ? ഇനി എന്ത് ചെയ്യണം? കൂട്ടി വായിച്ചു നോക്കണം. മധുരം, മധുരം രുചിക്കാം. അവിടെ ഏതൊക്കെയാണ് ഉള്ളത്? ഫ്രൂട്ട്സുകള് ഏതൊക്കെയാണ്? ഏതൊക്കെയാ ഈശാന്? ഈശാൻ കൈവെക്കുന്നുണ്ട്. പറഞ്ഞോ ഈശാന്. ആപ്പിൾ, ആപ്പിൾ, ബനാന, ഓറഞ്ച്. ഫസ്റ്റ് വൺ ആപ്പിൾ ആണോ? ടൊമാറ്റോ. ടൊമാറ്റോ ആണോ അത്? അല്ല, മാംഗോ ആണോ? മാംഗോ അല്ല. ആദ്യത്തേത് ഏതാണ് മക്കളെ? ബനാന. ഓക്കെ, മാംഗോ. മാംഗോ അല്ലേ? കളറ് മാറ്റാണ്, പക്ഷെ മൊത്തൊക്കെ കണ്ട മാംഗോ. പൈനാപ്പിൾ. അടുത്തത് മാംഗോ, പൈനാപ്പിൾ. മലയാളത്തിലൂടെ പറയണേ. ബനാന, ഓറഞ്ച്, നാരങ്ങ. ഓറഞ്ചിന് എന്താ പറയാ? നാരങ്ങ. ഗോവ, പേരൊക്കെ ആയിരിക്കും അല്ലെ അടുത്തത്. പിന്നെ ഗ്രേപ്സ്. ഗ്രേപ്സ് എന്താ? മുന്തിരിങ്ങ. മുന്തിരിങ്ങ. മനസ്സിലായോ? മധുരം രുചിക്കാന്നുള്ള കുറെ ഫ്രൂട്ട്സിന്റെ പേരാ ഉള്ളത് അല്ലേ? ഏതൊക്കെയാ? മാംഗോ അല്ലേ മക്കളെ ഫസ്റ്റ് വൺ? അപ്പോ മാംഗോ, പൈനാപ്പിൾ. മാംഗോ പറഞ്ഞ മാങ്ങ, മുണ്ടച്ചക്ക. പൈനാപ്പിൾ എന്നാ ഇംഗ്ലീഷ് മലയാളത്തിൽ പറയുവാ? കൈതച്ചക്ക അല്ലേ? കൃത്യമായി പറഞ്ഞ കൈതച്ചക്ക. അടുത്തത് പേരക്കയാണോ മക്കളെ? അതെ, പേരക്ക. ഗോവ അല്ലെ? പേരക്ക. അടുത്തത് പഴം, ബനാന, നേന്ത്രപ്പഴം അല്ലേ? നേന്ത്രപ്പഴം അല്ലേ? അടുത്തത് നാരങ്ങ. ഓറഞ്ചിന് എന്താ പറയാ മലയാളത്തില്? നാരങ്ങ. ഗ്രേപ്സ്. അതിനെന്താ പറയുവാ? മുന്തിരിങ്ങ. ഓക്കെ, മുന്തിരിങ്ങ. കൂടുതൽ പഴങ്ങൾ പരിചയപ്പെടുത്തുക. പിന്നെ ഏതൊക്കെ പഴങ്ങൾ അറിയാം നിങ്ങൾക്ക്? ഒരുപാട് പഴങ്ങൾ അറിയോ? ഏതൊക്കെ അറിയാം? കുറെ പേര് കൈപൊക്കുന്നുണ്ട്. പറഞ്ഞോ. സ്ട്രോബെറി. സ്ട്രോബെറി. ജാഗ് ഫ്രൂട്ട്, മൾബറി, ചെറി, റോസാപ്പിൾ, ചാമ്പങ്ങ. റോസാപ്പിൾ, ചാമ്പങ്ങ. പിന്നെ
ആപ്പിൾ. സപ്പോട്ട. ആ സപ്പോട്ട. ആ